സാറിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എത്തി സാർ. പിന്നെ സാർ ചോദിച്ച ആ ന്യൂസ് പേപ്പർ അല്ലേ അവിടെ വെച്ചേക്ക്. എന്തായി കാണിച്ചു വെച്ചിരിക്കുന്നത്? എന്തെങ്കിലും ഒന്ന് പറഞ്ഞുവിടെ നിനക്ക്. എന്നോടൊന്നും ചോദിക്കണ്ട, നീ ആദ്യം ഇവിടുന്ന് പോയേ. എനിക്കാരെ കാണണ്ടേ? എന്നെ ഒന്ന് വെറുതെ വിടാമോ? ഞങ്ങളൊക്കെ നിന്നെ സഹായിക്കാനല്ലേ കൂടെ ഉള്ളത്. ഞാൻ ഇന്ന് ശില്പയെ മീറ്റ് ചെയ്യാൻ സിദ്ധാർത്ഥ പോലും അറിയാതെ അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചോണ്ട് വന്നിരിക്കുക. 4 മണിക്ക് മീറ്റ് ചെയ്യാൻ പോവാ. ഉറപ്പായും എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടും. കിട്ടിട്ട് അതും അവന് മനസ്സിലാകാതിരിക്കോ? എന്താ പ്രയോജനം? എന്റെ ഓരോ ചലനങ്ങളും അവൻ വാച്ച് ചെയ്തോണ്ടിരിക്കുക. വാച്ച് ചെയ്ത് ഓരോന്നായിട്ട് അവൻ എന്റെ എടുത്തോണ്ടിരിക്കുക. ഇത് വായിക്കേ. ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. ആ കുമാരനെ കൊന്നുകളഞ്ഞില്ലേ എന്റെ ജന? അവനെ അവൻ കൊന്നുകളഞ്ഞില്ലേ? ഞാൻ എന്തൊക്കെ ചെയ്താലും അവനെല്ലാം അറിഞ്ഞോണ്ടിരിക്കുക. നീയാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നിന്നേക്കാൾ എനിക്കിഷ്ടം നിന്റെ ശാന്തതയായിരുന്നു. അതെങ്ങനെയാണ് കൈവിട്ടു പോകുന്നത്? ശാന്തനായി ചിന്തിച്ചാൽ കൈവിട്ടു പോയതൊക്കെ തിരിച്ചെടുക്കാം. പക്ഷെ ശാന്തത നഷ്ടപ്പെട്ടാൽ ഉള്ള സമാധാനം കൂടി പോവടാ. ഇനി എന്താ പോവാനുള്ളത്? എല്ലാം കൈവിട്ടു പോയില്ലേ? പക്ഷെ ഒന്നുണ്ട്, എന്റെ ജീവൻ. എന്റെ ജീവൻ പോയാലും അവനെ ഞാൻ കൊന്നിരിക്കും. ഇതാണ് നിന്റെ പ്രശ്നം. എന്റെ യോഗ്യതയ്ക്ക് അനുയോജ്യനായ ശത്രുവിനെ ഞാൻ തന്നെ സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. പക്ഷെ അത് തന്നെ ഒബ്സഷനായി നിനക്ക് നിന്നെ തന്നെ നഷ്ടപ്പെട്ടു പോവാ. ജീവന് വില കൊടുത്തെങ്കിലേ നമുക്ക് ജീവിതത്തിൽ മുന്നേറാനാവൂ. എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം, നിന്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കണം, നിന്നെ സ്നേഹിക്കണം എന്ന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ നീ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല. നിന്റെ ലക്ഷ്യം നിറവേറാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ പറയുന്നത്. നിന്റെ ജീവൻ കളഞ്ഞും അവന്റെ ജീവൻ എടുക്കുന്ന വീരവാദം മുഴക്കുന്നുണ്ടല്ലോ. ഇതാ സിദ്ധാർത്ഥനോടൊന്ന് പറയാൻ പറഞ്ഞു നോക്കിയേ. അവൻ പറയില്ല. കാരണം അവന്റെ 1000 ശത്രുക്കളിൽ ഒരു ശത്രു മാത്രമാണ് നീ. അവനിതൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല. നിന്നെ മറികടന്ന് അവൻ പൊയ്ക്കൊണ്ടേയിരിക്കും. പക്ഷെ നീയാണ് അവനെ ഡെസ്റ്റിനി ആയിട്ട് കരുതുന്നത്. ഞാൻ ചത്താലും അവന്റെ ജീവൻ എടുക്കുമെന്ന് പറയുന്നുണ്ടല്ലോ നീ. അത് ധീരതയായിട്ട് കാണരുത്. നിന്റെ ജീവൻ കളയാതെ അവന്റെ ജീവൻ എടുക്കണം. അതാണ് യഥാർത്ഥ ധീരത. ഇത്രയും നേരം ഞാൻ കടന്നു ചലച്ചത് നിനക്ക് മനസ്സിലായോ ഇല്ലയോന്ന് പോലും എനിക്കറിയില്ല. മനസ്സിലായെങ്കിൽ സന്തോഷം. എനിക്കിത്രയൊക്കെ പറയാനുള്ളൂ. നിന്നേക്കാൾ എനിക്കിഷ്ടം നിന്റെ ശാന്തതയായിരുന്നു. അതെങ്ങനെയാണ് കൈവിട്ടു പോകുന്നത്? ശാന്തനായി ചിന്തിച്ചാൽ കൈവിട്ടു പോയതൊക്കെ തിരിച്ചെടുക്കാം. ഞാൻ ചത്താലും അവന്റെ ജീവൻ എടുക്കുമെന്ന് പറയുന്നുണ്ടല്ലോ നീ. അത് ധീരതയായിട്ട് കാണരുത്. നിന്റെ ജീവൻ കളയാതെ അവന്റെ ജീവൻ എടുക്കണം. എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം, നിന്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കണം, നിന്നെ സ്നേഹിക്കണം എന്ന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ നീ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല.
നിന്റെ ലക്ഷ്യം നിറവേറാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ പറയുന്നത്. ഞാനിന്ന് ശില്പയും മീറ്റ് ചെയ്യാൻ സിദ്ധാർത്ഥ പോലും അറിയാതെ അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചോണ്ട് വന്നിരിക്കുക. 4 മണിക്ക് മീറ്റ് ചെയ്യാൻ പോവാ. നമുക്കൊന്ന് പുറത്തു പോവാം. എവിടെ? ഐ ഡോണ്ട് നോ, മേ ബി ഡ്രൈവ്. എത്ര മണിക്കോ? 4 o'clock. 4 മണിക്കോ? ബ്യൂട്ടി പാർലർ പോകണം എനിക്ക്. ഞാനിപ്പോൾ വീട്ടിലേക്ക് വരാം. ഐ വിൽ ജോയിൻ യു ഫോർ ലഞ്ച്. വാട്ട് യു സേ? ഓക്കേ, ഷ്യൂർ. സീ യു ഡാർലിംഗ്. ലവ് യു സ്വീറ്റ് ഹാർട്ട്. ലവ് യു ടു. ബൈ. ശില്പയെ ഞാൻ കൊല്ലാൻ പോവാ. മോനെ, ശില്പയോ? Love at first sight. Kill at first material. That's what I believe in. അവളെ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ എൻ്റെ മനസ്സിന് നന്നായി പിടിച്ചു. വളരെ പ്ലാൻ ചെയ്ത് അവളെ കൂടെ നിർത്തിയത്. ഐ തിങ്ക് ഐ ലവ് ഹർ അച്ഛ. എന്നാൽ ഇപ്പോൾ എന്നോട് തന്നെ കള്ളം പറഞ്ഞ് അവൾ മഹിമയെ കാണാൻ പോകുന്നു. ഇത് ചതിയല്ലേ? കേക്ക് വേണമായിരുന്നു. എന്നാലും എന്റെ മോൻ ശില്പയോട് ഇങ്ങനെ ഹാപ്പി ചോക്ലേറ്റ് കേക്ക് 1 kg. കേക്ക് കേൾക്കുന്നുണ്ട് മോനെ. സാർ എന്തെങ്കിലും എഴുതണോ? ബട്ട് ഇറ്റ് വാസ് സമൺ സ്പെഷ്യൽ. ഹലോ. മഹിമ, പറഞ്ഞു. ഒന്ന് വീട് വരെ വരാൻ പറ്റുമോ? വീട്ടിലേക്കൊന്നും വരാൻ പറ്റില്ല. ഫോണിൽ കൂടി പറഞ്ഞാൽ മതി. എനിക്ക് വേണ്ടി നീ ഇവിടെ വന്നിരിക്കും. എന്ത് പറ്റി? വോയിസിൽ ഒരു ചേഞ്ച് ഉണ്ടല്ലോ. അതെ, വരില്ലേ? ശരി, വരാം. മിത്രൻ മഹിമയോട് ലവ് പ്രപ്പോസ് ചെയ്യാൻ പോകുന്നു. അതിനാ അവളെ അങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്. മിത്രൻ മഹിമയോട് ലവ് പ്രപ്പോസ് ചെയ്ത അടുത്ത നിമിഷം തന്നെ ഞാൻ മഹിമയും കൊല്ലും. മോനെ, അവനതിന്റെ വേദന അറിയണം. വേദന അറിയണം മോനെ. പക്ഷെ അതിനുവേണ്ടി അച്ഛാ, നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്കൊരു ക്ലാരിറ്റി വരുന്നു. ക്ലാരിറ്റി? ഐ എം ഏബിൾ ടു ഡിസൈഡ്. താങ്ക്സ് ഫോർ ഹെൽപ്പ്. 2 പേരെ കൊല്ലാൻ ഞാൻ ഹെൽപ്പ് ചെയ്തെന്നോ? ഇതെപ്പോഴാ സംഭവിച്ചേ? വിക്കി, നീ ഇവിടെ എത്തിയല്ലോ അല്ലേ? ഓക്കെ. മഹിമയുടെ കാർ അകത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ജി. ബുള്ളറ്റിന്റെ ചെറിയ കഷ്ണമൊന്ന് ഉള്ളിൽ തന്നെ ഉണ്ട്. ഇനിയൊരു സർജറി ആവശ്യമാണോ? ഇറ്റ്സ് എ മൈനർ സർജറി മിസ്റ്റർ മിത്രൻ. നിങ്ങൾക്ക് അവിടെ പെയിൻ വല്ലതും ഉണ്ടായാൽ ഒന്നും ചെയ്യരുത്. ഞാൻ വന്നിട്ട് പേഴ്സണലായിട്ട് നോക്കിക്കോളാം. ജി, കാറിൽ നിന്ന് ഇറങ്ങാണ് അവള്. കീപ് വാച്ചിങ്. എപ്പോൾ വേണമെന്ന് ഞാൻ പറയാം. എന്തിനാണ് വിളിച്ചത്? പറഞ്ഞു. പറയടാ. ജി, ഐ ഹാവ് എ ക്ലിയർ ഷോട്ട് അറ്റ് ദ ടാർഗറ്റ്. ഹോൾഡ്. എന്താ കാര്യം? ഒന്ന് വീട് വരെ വരാൻ പറ്റുമോ? എനിക്ക് വേണ്ടി നീ ഇവിടെ വന്നിരിക്കും. നമ്മുടെ പ്രഭാകരൻ സാറിന്റെ കുട്ടിയില്ലേ, അവന്റെ ബർത്ത്ഡേ ആണ്. വരാൻ പറഞ്ഞിരുന്നു. അതാ ഞാൻ നിന്നെ വിളിച്ചേ. ഡാ, എന്താ നീ പറയുന്നേ? ഇതിനാണോ വിളിച്ചത്? അതെ. Shall I? ഹോൾഡ് ഓൺ. Right. ഡാ, ഫോണിൽ സ്നേഹത്തോടെ സംസാരിച്ചല്ലോ. നീ ദേഷ്യപ്പെട്ടു പോയില്ലേ? അതുകൊണ്ടാ ഞാനിപ്പോ കള്ളം പറഞ്ഞു വിളിച്ചേ. സത്യം പറ,
ഇതിനു വേണ്ടിയാണോ വിളിച്ചത്? വേറെ പിന്നെന്തിനാ? എന്താ പിന്നെ അതിനെ ചോദിക്കുന്നേ? നീ വരുന്നില്ലെങ്കിൽ വേണ്ട. നിന്റെ സ്നേഹത്തോടെയുള്ള വാക്കുകൾ കേൾക്കാൻ ഞാൻ ഓടി വന്നപ്പോ നിനക്ക് വിവരമില്ലേ? എപ്പോ നോക്കിയാലും സ്നേഹം മണ്ണാൻ കട്ട. ഇതല്ലാതെ വേറൊന്നും നിനക്ക് പറയാനില്ലേ? എന്നാ ഒരു കാര്യം നീ കേട്ടോ, ഈ ജന്മത്തിൽ എനിക്ക് നിന്നോട് സ്നേഹം തോന്നില്ല. എന്നെ വിട്ടേക്ക്. എന്തിനാ നീ ഇങ്ങനെ ചെയ്യുന്നത്? ഓരോ തവണയും എന്നെ വെറുതെ ആശിപ്പിച്ച് ചതിക്കുകയാണല്ലേ. ഇതിലും ഭേദം എന്നെ കൊല്ലുന്നതല്ലേ നല്ലത്. ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് നിന്നെ അബോട്ട് എന്താ ജി? എന്ത് പറ്റി? ഇപ്പൊ നീ എന്നോട് ഇങ്ങനെ പറയുന്നതനുസരിക്ക്. ഓക്കെ ജി, ലക്കി. എന്നെ ഇഞ്ചിഞ്ചായി കൊല്ലാനാ. എന്താ ഒരു പ്രാവശ്യം പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ? ആദ്യം ഇവിടുന്ന് പോകാൻ നോക്ക്. Hey, your lunch is ready. Cool. How was your day? It's been all right. A bit boring, Why so? What happened? but I have a feeling it's gonna get better. ഞാൻ ഇന്ന് ശില്പയെ മീറ്റ് ചെയ്യാൻ സിദ്ധാർത്ഥ പോലും അറിയാതെ അപ്പോയിന്റ്മെന്റ് മേടിച്ചോണ്ട് വന്നിരിക്കുക. നീ ഒരു മിനിറ്റ് നിന്നേ. ഇവിടെ നോക്ക്. ഇനി മുതൽ എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് ശില്പയെ കാണാൻ പോവാം, മറ്റുള്ള കാണാൻ പോവാന്ന് പറഞ്ഞ് എന്നെ ശല്യം ചെയ്യാൻ വന്നേക്കരുത്. കേട്ടല്ലോ? അവളെ കൊണ്ട് ഒരു പ്രയോജനമില്ല. മനസ്സിലായോ? ആദ്യം അവളോട് വരില്ലെന്ന് വിളിച്ചു പറ. ഇനി മുതൽ നീ നിന്റെ ജോലി മാത്രം നോക്കിയാൽ മതി. പോവാൻ നോക്ക്. Hey.